ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയൊക്കെ കണ്ടോ? അത് ഇന്നലെ ഒരു കമൻറ്റ് വന്ന്, ബിജുക്കുട്ടിയുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, ഒരു ജാടയും ഇല്ലാത്ത സംസാരമാണ്. എല്ലാവരും അങ്ങനെ പറയത്തില്ല കേട്ടോ, ചിലരേ പറയത്തുള്ളൂ. ചിലർ ചേച്ചിക്ക് ഭയങ്കര ഗമയാന്ന് പറയും കേട്ടോ. എന്ത് പറഞ്ഞാലും സന്തോഷം, ചില സമയത്ത് വിഷമം വരും കേട്ടോ. പിന്നെന്താ, ഇത്തിരി ബിസിയാ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ അറിയാമല്ലോ ഒരു വീടിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ ടൈം ടേബിൾ പ്രകാരം ഇങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കും. നാളെ എന്തോ ചെയ്യണം, എങ്ങനെയൊക്കെയാ, എന്തൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വരുമാനം കൂടെ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അച്ചാർ പരിപാടി അത് ഒട്ടും ഞാൻ മാറ്റി വെക്കത്തില്ല. ക്ലീനിങ് ഒക്കെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചാലും, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ല, നമ്മൾ ഒരു വീട് അടച്ചിട്ടിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, എന്നാലും ഇച്ചിരി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് അച്ചാർ വേണ്ടിയവർക്ക് ഉണ്ടാക്കി കൊടുത്തു. മീനച്ചാർ ഇട്ടത് ഓർഡർ ആയിപ്പോയി. ഇനി അത് ഇല്ല, ലക്കിന് എനിക്ക് കിട്ടിയതാണ് മീൻ. അങ്ങനെ വേറെ ആൾക്കാർ ഓർഡർ പറഞ്ഞു. അപ്പം ഇവിടെ വിളിച്ച് ചോദിച്ചോണ്ടേ ഇല്ല എന്ന് പറഞ്ഞു. മീൻ ട്രോളിംഗ് ഒക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇനി അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ഇങ്ങനെ ചോദിച്ചിട്ട് ഞങ്ങളെ പിന്നെ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി രാവിലെ ഈ മാർക്കറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് പിന്നെ അങ്ങ് വാങ്ങിച്ചാൽ നമുക്ക് ഇത്തിരി വില കൂടുതലാണെങ്കിലും അതങ്ങ് വാങ്ങിച്ചാൽ. അപ്പോൾ ഇനിയിപ്പം പുള്ളിയെടുത്ത് ഒന്നുകൂടെ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഇച്ചിരി കൊണ്ട് മാറ്റി കൂട്ടും. നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇപ്പം മീൻ വില കൂടും. ചിലർ പറയും, ഞാൻ അവരോട് പറയും, എൻ്റെ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറയും, ഈ ലിസ്റ്റിലല്ല മീനിൻ്റെ വില ചില സമയത്ത് ഇങ്ങനെ വില കൂടിയിരിക്കുമല്ലേ, ഇച്ചിരി മീനിൻ്റെ വില ഇതാ. അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഞാൻ ഇട്ട വിലയിൽ നിന്ന് ആ മീൻ എത്ര രൂപ കൂടിയെന്ന് വെച്ചാൽ അത്. അപ്പം ചിലർ പറയും സാരമില്ല, അച്ചാർ മതി, വില പ്രശ്നമല്ലെന്ന് പറയും. ചിലർ വാങ്ങിക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഫൈനാൻഷ്യൽ അവസ്ഥ ഒരുപോലെ അല്ലല്ലേ, അതുകൊണ്ട്. പിന്നെ ഇന്നിപ്പം നാരങ്ങയും ഡേറ്റ്സ് കൂടെ ഇടണമായിരുന്നു. ഇന്നിപ്പം എഡിറ്റിംഗ് ഒത്തിരി ലേറ്റായി. കാരണം ഈ കാലത്ത് നമ്മളൂടെ അധ്വാനിച്ചില്ലെങ്കിൽ കിട്ടുന്ന പോലെ എപ്പോഴും നമുക്കങ്ങനെ ഓർഡർ വന്നില്ലെങ്കിൽ വരുന്ന സമയത്ത് ഉള്ള ഓർഡർ ഞാൻ വേണ്ടാന്ന് വെക്കാതെ ചെയ്യും. ദൈവം ഇത്രത്തോളം നടത്തുന്നു, ഇത്രത്തോളം. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് മിക്കവാറും എനിക്കിങ്ങനെ ഈ പൊടിയൊക്കെ അടിക്കുന്ന അസുഖം വരുന്നത്. എന്നാലും ഒരു ഡ്രൈ ചുമയുണ്ടായിരുന്നു, അതൊക്കെ ദൈവ കൃപയാൽ അതൊക്കെ അങ്ങ് മാറി. ദൈവം ആരോഗ്യം തന്നാൽ മതി. നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ആരോഗ്യം തരണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മളാ കഴിയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ഇന്നെന്ന് പറയുന്നത്, ഞങ്ങൾ അന്ന് മീൻ പുള്ളി രാവിലെ വിളിച്ച് പറഞ്ഞ് എൻ്റെ അടുത്ത് പുള്ളി ഒരു സമയം തരും. ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഈ ഓൺലൈൻ ഇതാ കൂടുതലൊന്നും. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ അവിടെ പുള്ളിയുടെ കൂടെ ഭാര്യയാണെങ്കിൽ കൊണ്ട് അവർ ആക്റ്റീവായി കൊണ്ട് ഇങ്ങനെ വീടുകളിൽ കൊടുക്കാൻ പോകും. പിന്നെ വേറൊരു പയ്യനുണ്ട്, അവനോട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അന്ന് റീച്ചാനാണെങ്കിൽ രാവിലെ പോലും എന്നും ഉച്ചയ്ക്കാണ് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിയായിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത് തരണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ് നേരത്തെ, കാരണം പുള്ളിക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ പാപ്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രോൺസൊക്കെ ഇച്ചിരിച്ച പുള്ളി പറയുന്നത് ഇപ്പം സാധനം വരുന്നില്ല. ഒരു മാലെന്നാണ് പറയുന്നത്, ഒരു സാധനം വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഇതിങ്ങ് പുള്ളിക്ക് കിട്ടി ഇത് കൊണ്ടുവന്നേ. അപ്പം ഞങ്ങളൊക്കെ അത് കട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ടേ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് വെച്ച് ഇതെന്തോ മീനാണ്. ഈ വലിയ മീനെ കട്ട് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ റോഡിൽ പോകുന്നവരൊക്കെ നോക്കിയിരിക്കും. ഞാൻ പറയും ഇന്ന മീനാണ്. അപ്പോൾ അതിങ്ങനെ ഫ്ലഷ് ആയിട്ടിരിക്കുന്നുണ്ടോണ്ടേ പുള്ളി അവിടെ വന്ന് നോക്കിയിട്ട് പുള്ളിക്ക് പാപ്ലേറ്റ് വേണം, അത് പ്രോൺസും വേണം. അന്നേരം പുള്ളി പറഞ്ഞ് ചൂണ എങ്ങനെയാണ് വിലയെന്ന് വെച്ചാൽ, അന്നേരം പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ഓർഡർ ചെയ്ത് ഇവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ഇത് ഞാനങ്ങനെ കൊണ്ടുവരാറില്ല, ഓർഡറും പ്രകാരം ഞാനിത് കൊണ്ടുവരത്തുള്ളൂ. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ച് വിറ്റൂടെയെന്ന്. അത് ചിലരൊക്കെ വാങ്ങിക്കത്തുള്ളൂ എന്ന് പറയും. നമ്മൾ ഈ മലയാളീസ് വാങ്ങിക്കും, ഇവിടങ്ങളിലുള്ളവരൊന്നും അങ്ങനെ വാങ്ങിക്കുമെന്ന് പുള്ളി പറഞ്ഞ അത്രയും. അവർക്ക് ഈ പാപ്ലേറ്റും പ്രോൺസും ഒക്കെയാണ് കൂടുതലും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ.
രാവിലെ ചായയൊക്കെ റെഡി ആയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചായക്ക് ഒരു ഇച്ചിരി കടുപ്പം കുറവ് റീച്ചാ ചോദിക്കുകയും ചെയ്തു, കടുപ്പം ഇത്തിരി കുറവാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പിന്നൊന്നും തേയിലയിടാൻ പോയില്ല. അത് കഴിഞ്ഞ് എൻ്റെ ആദ്യമേ ചായ ഇടുന്നതിന് മുമ്പിട്ടേ ഞാൻ പൂരിക്കങ്ങ് കുഴച്ച് വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പൂരി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഈ പ്ലേറ്റിൻ്റെ അകത്തെ ഇങ്ങനെ പരത്തി ഒരു 10-15 എണ്ണം പരത്തി വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. അപ്പം കടലക്കറി ഉണ്ടായിരുന്നല്ലേ, അത് അതിൻ്റെ അകത്തുനിന്ന് ചാറൊക്കെ അന്ന് ദോശ ഇഡലി ഉണ്ടാക്കിയുണ്ടേ ചാറങ്ങ് ഉണ്ടാക്കി അതിനെടുത്തു. അപ്പോൾ ഇച്ചിരി കഷ്ണങ്ങളായിട്ട് ഞാൻ പൂരിക്ക് വെച്ചിരുന്നു. അപ്പം ഞാനത് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അത്രയും കൂടുതൽ കടല വെച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ 10-15 എണ്ണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ചൂടോടുകൂടി ഇവർക്കങ്ങ് വേണ്ടി കൊടുക്കാമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പൂരി ഓരോന്നും ഉണ്ടാക്കിയെടുക്കട്ടെ. കടലക്കറി ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്കെല്ലാം ഞങ്ങൾ കൊടുത്തു. ഞാനും റേച്ചാനും കഴിക്കാതെ മീനിൻ്റെ ഇതിന് പോയത്. കാരണം പുള്ളി പിന്നിനിയും പോയാലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ അടുത്ത് രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വേറൊരു അടുത്ത് പോകും. അപ്പോൾ അവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഒന്ന് പോകണം. അപ്പോൾ ഇവിടെ ആയപ്പം പറഞ്ഞ് വാന്ന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോയി, അല്ലെങ്കിൽ താഴെ വരെ ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഇവർക്കെല്ലാം ഞാൻ കൊടുത്തിട്ട് ഞാനും റേച്ചാനും പിന്നെ വന്നിട്ടാണ് കഴിച്ചത്. എനിക്കല്ലെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്ന് വെച്ചാൽ ഒരു വെപ്രാളമാണ്. അത് കിട്ടുന്ന വരെ സമാധാനം. പിന്നെ ഞാൻ കഴിച്ചാലും ഞാൻ വെപ്രാളത്തിൽ കഴിച്ച് എനിക്ക് പിന്നെ ടീം പോലൊക്കെ വരുമോ അങ്ങനെയൊക്കെ തോന്നും. അതൊന്ന് നമ്മളെന്തോ വാങ്ങിക്കാൻ എന്തെങ്കിലും ഇരിക്കുന്നത് വെച്ചാൽ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളു. ആ ഒരു പന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നാൽ അത് നമുക്കൊന്ന് സാവകാശം മനസ്സൊന്ന് തണുത്ത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ലെന്നുള്ളത് വരെ. ഇതിപ്പോൾ അങ്ങ് വെപ്രാളം, അങ്ങ് പോവുമോ പുള്ളിക്കാരൻ പോവുമോ എന്നുള്ളൊരു വെപ്രാളമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരുങ്ങിപ്പോയി വന്നതിന് ശേഷമാണ് പിന്നെ കഴിച്ചിട്ട് പിന്നെ മീനിൻ്റെ പരിപാടിയിലോട്ട് തുടങ്ങി. അവരിങ്ങനെ കട്ടാക്കി തന്നെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഇങ്ങനെ ചെറിയ പീസാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ അലുവ കഷ്ണത്തി ബ്ലാക്ക് കളർക്ക് ഇരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഒരു 8-9 കിലോയുടെ മീൻ വാങ്ങിച്ചാൽ കിട്ടും. നമുക്ക് അച്ചാറിടാൻ അതിൻ്റെ പകുതിയേ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനൊന്നും മിക്ക ആൾക്കാരും ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഇത്തിരി കറുപ്പൊക്കെ അതിലിരുന്നാൽ ഞാനൊരു ഇച്ചിരി കറുപ്പുണ്ടെങ്കിലും അതങ്ങ് മാറ്റും. അതാ പിന്നെ കറിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ നല്ല കളറിലുള്ള ഞാൻ ചിന്തിച്ച് മീൻ എങ്ങനെയുള്ളതാണെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല ഫ്രഷ് മീനായിരുന്നു. പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത് നല്ല ഫ്രഷ് മീനേ കൊണ്ടുവരത്തുള്ളൂ. അത് നമുക്ക് ഫുൾ ഗ്യാരൻറ്റിയാണ്. അപ്പം അന്നെന്നുള്ളതല്ല, പുള്ളി കൊണ്ടുവരുന്നത് തൊട്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ അച്ചാറിനുള്ളത് അവിടെ ഇട്ട് ഇച്ചിരി വിനാഗിരി ഉപ്പും ഒഴിച്ചവിടെ വെച്ചിട്ട് ബാക്കി തലയും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലേ അതിന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അതിൽ അവിടെ വെച്ച് എൻ്റെ പ്രൈസം മോന് ഈ മീനിൻ്റെ കണ്ണുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ആ തല വെട്ടിയ ഉടനെ ഒരു കണ്ണങ്ങ് വെട്ടി അതിൻ്റെ അകത്തുനിന്ന് അങ്ങ് ഒത്തിരി ലിക്വിഡ് പോലെ പോയി. അപ്പം ഞാൻ പറഞ്ഞ് കണ്ണ് പൊട്ടിച്ച് കളയണ്ട, വേണമെന്ന്. അങ്ങനെ പിന്നെ മറ്റേതിൻ്റെ കണ്ണ് പുള്ളി കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിങ്ങ് തന്നു നമുക്ക്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മുള്ള് കറി വെച്ചിട്ടും നല്ല ടേസ്റ്റായിരുന്നു. ചില സമയത്ത് നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലുള്ളൊരു ടേസ്റ്റായിരുന്നു. ചില മീൻ നമുക്ക് തിളയ്ക്കുമ്പോൾ അറിയാം ഇങ്ങനെ ബോയിലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉണക്കമീനിൻ്റെ ഒരു സ്മെല്ല് പോലെ വരും. അങ്ങനെയുള്ള മീൻ പന്ന മീനാണ് ഇത്. പക്ഷേ നല്ല അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കിന് നല്ല മണം ഉണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിലൊക്കെ ചിലപ്പോൾ മീൻ കറിയുടെയൊക്കെ ഈ കറിവേപ്പിലെല്ലാം ഇട്ടുള്ളൊരു മണമുണ്ട്, അതുപോലുള്ളൊരു മണമായിരുന്നു. അപ്പോൾ ഈ ചട്ടി എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് അമ്മ അതൊന്ന് മയക്കി വെച്ചാൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ കറിയും വെച്ച് അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കറി വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കറി വെച്ചാൽ. അപ്പോൾ ഞാൻ ഇതെന്നോ ഈ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്ന സമയം ഇതുകൊണ്ട് ഞാൻ മറന്നുപോയി പുളി എടുത്ത് തോട്ടുപുളി വെള്ളത്തിലിടാൻ. പിന്നെ ഞാൻ കഴുകി നന്നായി അതൊന്ന് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച്, അല്ലെങ്കിൽ അതോടെ ഇത്തിരി ഒന്ന് കുതിരാതെ നമ്മൾ പുളി ഇട്ടാൽ അത് മീനിൻ്റെ അകത്ത് ഇറങ്ങാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാനത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയപ്പം ആ വെള്ളവും പുളിയും കൂടെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അരപ്പൊക്കെ ഒന്ന് തിളപ്പിച്ച് ഇനി ഈ അരപ്പം തിളയ്ക്കട്ടെ. അപ്പോൾ പ്രൈസനും പോളൂടെ അവിടെ പാട്ട് പരിശീലനമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നില്ലേ, ശ്രദ്ധിച്ചോളാം നിങ്ങൾ. അവിടെ രണ്ടും കൂടെ ഭയങ്കര പ്രൈസ് എന്ന് പറയുന്നത് ഹൈ പിച്ചാണ് എടുക്കുന്നത്. പോളിന് അത്രയും ഹൈ പിച്ച് എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവൻ ഹൈ പിച്ച് എടുക്കുമ്പോൾ പറയും, പോൾ പറയടാ അങ്ങനെ എടുക്കാൻ കഴിയിടാന്ന്. ഇവൻ പറയാം എന്നാൽ അച്ചാച്ചൻ പാട്. അങ്ങനെ രണ്ടും കൂടെ ഭയങ്കര തർക്കമാണ്. ഞാനത് കേൾപ്പിക്കാമേ.
പ്രൈസർ അത്ര ഒക്കത്തില്ല. ഇത് കണ്ടോ, ആ കണ്ണിൻ്റെ അകത്തു നിന്ന് പുള്ളിക്കാരി എടുത്തിട്ടതാ. ഞാൻ അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയത് അതിൻ്റെ അകത്തുനിന്ന്. അപ്പം ഞാനിതെല്ലാം ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അവിടെ 2 പേരൂടെ പിന്നെ അങ്ങ് പ്രശ്നമായി. പിന്നെ ഞാൻ അങ്ങോട്ട് ഓടേണ്ടി വന്നു. ഇവൻ ഹൈപ്പിച്ചെടുക്കുന്നുണ്ടെ മറ്റവനൊക്കുന്നില്ല, മറ്റവൻ ലോപ്പിച്ചെടുക്കുമ്പോൾ ഇവനൊക്കുന്നില്ല. എന്തോ ആണെങ്കിലും അവിടെ സരിഗമ പരോധീനീസ ഭയങ്കര അടിയും ബഹളമായിരുന്നു. എന്തോ ആണെങ്കിലും പിന്നെ ഇത്തിരി കഴിഞ്ഞ് ഞാൻ 2 പേരെയും സോൾവ് ആക്കിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് വീണ്ടും കുറച്ച് നേരം ഇരിക്കും, വീണ്ടും തുടങ്ങും. അപ്പോൾ ഇന്നലെ 2 പേരെന്നോട് ചോദിച്ച്, എൻ്റെ ഒരു ആൻറ്റിയുണ്ട്, ആ ആൻറ്റി ചോദിച്ച് മോളെ ഇഡലിയുടെ റെസിപ്പി പറയണമെന്ന്. വേറെ ആൾ ചോദിച്ച് ദോശയുടെ ഇഡലിയുടെ റെസിപ്പി ഒന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഒത്തിരിയും പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഞാൻ ഇവിടെ എന്ന് പറയുന്നത് വാങ്ങിക്കുന്നത് ഇവിടെ കണി റൈസ് എന്നും പറഞ്ഞൊരു റൈസുണ്ട്. അത് പച്ചരിയുടെ ഒരു പൊടിയരി പോലുള്ളതാണ്. അത് കിലോ എത്ര ആയിരുന്നു? 45 രൂപയും കണ്ട. നേരത്തെ ഇത്രയില്ലായിരുന്നു. അത് പച്ചരിയല്ല, പച്ചരിക്ക് അതിനേക്കാൾ വിലയാണ്. ഇതെന്ന് പറയുന്നത് ഈ പൊടി അരി പോലെ ഇരിക്കും. അതാണ് ഞാൻ വാങ്ങിക്കുന്നത്. അത് ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി ഇടുവാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ഉഴുന്നേ വാങ്ങിക്കത്തുള്ളൂ. അതുപോലെ ഇവിടെ കിട്ടുന്ന ഉഴുന്ന് ഈ പൊളന്ന മുഴുവനെ ഉള്ളതല്ല, പൊളന്ന ഉഴുന്ന ഇടും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവായി ഇടത്തുള്ളൂ. അപ്പം ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ നാട്ടിൽ അമ്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ സപ്ലൈകോയിന്നോ ഒക്കെ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഉഴുന്നായിരിക്കും. ചിലപ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുമെന്ന് തോന്നുന്നു. റേഷൻ കട അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുമ്പം അമ്മ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നൊക്കെ വലിയ 1 ഗ്ലാസ് എന്നാൽ ഞാൻ ചോദിക്കുകയും ചെയ്തു, അമ്മേ ഞാൻ ഇത്ര എടുത്ത് അന്നേരം എനിക്ക് തോന്നുന്നു അവിടുത്തെ പച്ചരിയിലും വ്യത്യാസമുണ്ട്. ഇച്ചിരി ഒട്ടൻ പച്ചരിയാണെന്ന് തോന്നുന്നു. അല്ലാതെ കടയിൽ നിന്ന് നല്ല വാങ്ങിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കളയാൻ എന്തിനാ വെറുതെ. അതുകൊണ്ട് എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്ന മെഷർമെൻറ്റിൽ എടുത്തിട്ടും ഇഡലിയും ദോശയൊക്കെ സോഫ്റ്റ് ആവുന്നില്ലെന്ന്. പക്ഷേ അരിയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വീട്ടിൽ വാങ്ങിക്കുന്ന ഈ മുഴുവനുള്ള ഉഴുന്നാണ് വാങ്ങിച്ചത്. അമ്മ അങ്ങനെ ഇടുന്നത്. ആ ദോശയ്ക്ക് കുഴപ്പമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഇതുപോലെ 1/2 ഗ്ലാസ് ഉഴുന്നേ ചേർക്കത്തുള്ളൂ. പിന്നെ ഇച്ചിരി ചോറുകൂടെ അരയ്ക്കും, അതേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല പച്ചരിയിൽ വ്യത്യാസം വരും, അതേ ഉള്ളൂ. ചിലർ പിന്നെ ദോശ ഉണ്ടാക്കുന്ന ഉടനെ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ പുഴുക്കലരി ഉണ്ടല്ലോ, നമ്മുടെ വൈറ്റ് റൈസ്, ബോയിൽഡ് റൈസ്, അതുകൂടെ ചേർക്കും. പക്ഷെ അത് ചേർക്കുവാണെങ്കിൽ ഒരുമിച്ച് പച്ചരിക്കകത്ത് ഇടരുത്. അത് നേരത്തെ ഒന്ന് കുതുക. അതിനിത്തിരി അരയ്ക്കാൻ നമുക്ക് പ്രയാസമാണ്. അത് സെപ്പറേറ്റ് നമ്മൾ കുതിർത്തിട്ട് അരയ്ക്കുകയും വേണം. കാരണം അല്ലെങ്കിൽ സെപ്പറേറ്റ് നേരത്തെ കുതുക്കാനിട്ടിട്ട് പച്ചരിക്ക് ഒരു 3-4 മണിക്കൂറിൻ്റെ കുതിർന്നാൽ പോരെ. ഈ പുഴുക്കലരി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8 മണിക്കൂറിലും ഒക്കെ കുതിരേണ്ടി വരും. അതൊന്ന് കുതിർന്ന് സോഫ്റ്റായി വരാൻ സമയം എടുക്കുമല്ലേ. അങ്ങനെ ഉണ്ടാക്കുന്ന ദോശയും നല്ല കേട്ടോ. ഈ പുഴുക്കലരിയും പച്ചരിയും കൂടെ ചേർത്ത് ഉഴുന്നും ചേർത്ത് ഉണ്ടാക്കുന്ന ദോശ. ഓക്കെ. മീനൊക്കെ നന്നായിട്ട് വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചതിന് ശേഷം ഒരു തലയുടെ പീസ് ഉണ്ടായിരുന്നു മുറിച്ചതിൻ്റെ, അത് ഞാനെടുത്തു. അത് കഴിച്ചിട്ട് രാത്രി ആയതുകൊണ്ട് നന്നായിട്ട് കുറേ കൂടെ വറ്റി സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.